ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷതേ നിധി പറഞ്ഞതൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് നികേഷനായിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്ന് നിൽക്കുന്ന നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുധീഷ് ചമ്മിപ്പോയി. നിധിയോ എങ്ങനെയുണ്ട്, ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് ബപ്പപ്പ അടിക്കുക. അപ്പോൾ അത് ഇവരിങ്ങനെ നോക്കുവട്ടെ സുധീഷിനെ. വീടൊക്കെ അടിച്ചു തൂത്തി വൃത്തിയാക്കി വിളക്കും വെച്ച് ഇതേ കണ്ടോ, മുറ്റവും വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നോണയേട്ടത്തി മുറ്റമൊക്കെ അടിച്ചത് ഞാനാണെന്ന് നമ്മുടെ ഹരീഷ് അന്നേരം പറയുക. അപ്പോഴേക്കും നിധി ഒന്നും മിണ്ടാതെ അവിടുന്ന് നേരെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ നിധി അടുക്കളയിലേക്ക് പോയപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നിട്ട് സുധീഷ് ഇവരെല്ലാവരും കളിയാക്കി ചിരിക്കുന്നു. എന്നോട് മാത്രം മിണ്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പം നിന്നോട് മിണ്ടില്ല എന്ന് തീരുമാനിച്ചാലോ. എൻ്റെ ഈശ്വരാ, ഇപ്പോഴെനിക്കൊരു സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് ഈ സുധീഷ് പറഞ്ഞു, അയ്യേ ഇങ്ങനെ എന്താ അസുഖമാണെന്ന് ചോദിച്ചു ഹരീഷ്. വാടാ, അസുഖം എന്താണെന്ന് ഞാൻ കാണിച്ചു തരടാ, വാടാന്ന് പറഞ്ഞു. പിന്നെ രണ്ടും കൂടെ ഉന്തും തള്ളുമായി. അപ്പോഴേക്കും നമ്മുടെ നിധി ചുമച്ചുകൊണ്ട് അതിലെ അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ നിധി ചുമച്ച് അകത്തേക്ക് കയറിപ്പോയപ്പോൾ എന്താ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിച്ചു. പക്ഷെ മൈൻഡ് ചെയ്തില്ല, അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അയ്യോ ഇപ്പോഴച്ഛൻ ബാത്റൂമിൽ പോയിട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് അങ്ങോട്ടേക്ക് ഓടുക. പുറത്തേക്ക് ഇറങ്ങി ഓടി. സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ അച്ഛനെ കാണാനായിട്ട് പോകുക കേട്ടോ. കാറ്റടിച്ചോണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ടേക്ക് ചെന്നു. ഇങ്ങേർക്ക് എന്താ വെളിവും ബോധമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ടോയ്ലറ്റ് ഒരിത്തിരി വൃത്തിയാക്കി ഉപയോഗിക്കാൻ അറിഞ്ഞൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. വീട്ടിലുള്ള മറ്റുള്ളവരും അതേ ടോയ്ലറ്റ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്, എന്നെ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അവിടെ പോയിരുന്നു വീടി വലിക്കുക, ഉമ്മറത്തുനിന്ന് മണ്ണ് ചവിട്ടുക, എന്നിട്ട് അകത്തേക്ക് കയറ്റുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക, തിരിച്ചു വരിക. എത്ര തവണ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് സുധീഷ് ചോദിക്കും. എടാ ഞാൻ നിന്നെ പിച്ച് വയ്ക്കാൻ പഠിപ്പിച്ചല്ലേടാ. പിന്നെ ഈ പ്രായത്തിൽ എന്നെ എങ്ങനെ കക്കൂസി പോകണമെന്ന് നീ പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് നാളുകളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അനുസരിക്കാൻ വയ്യെങ്കിലേ ബാക്കിലൊരു പറമ്പുണ്ടല്ലോ, അവിടെ പോയി കാര്യം സാധിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു സുധീഷ് അച്ഛനോട്. ഇനി ഒരു തവണ കൂടി ഇമാതിരി തോന്നിയാസം കാണിച്ച അച്ഛനാണ് ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം മനസ്സിലായെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് ദേഷ്യപ്പെടുമ്പോൾ നിധി ഇറങ്ങി വന്നു. ഇത് കേട്ടുകൊണ്ട് ഈ വീട്ടിൽ ഞാൻ നിൽക്കണോ പോണോ എന്ന് സുധീഷിനോട് നിധി ചോദിക്കുക. അപ്പോൾ അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എപ്പം നോക്കിയാലും വഴക്കാണല്ലോ ഇത് എന്താ ഇതെന്ന് സുധീഷിനോട് നിധി ചോദിക്കുക. അന്നേരം അച്ഛനൊന്നും മിണ്ടുന്നില്ല. ഒരു ചെറിയ കാരണം കിട്ടിയാൽ അത് വെച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ ഇതെന്ന് ചോദിച്ചുകൊണ്ട് നിധി സുധീഷിനെ ശരിക്കും ചീത്ത പറയുകയാണേ. ഒരു ദിവസം വഴക്കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉറക്കം വരത്തില്ലേന്ന് ചോദിച്ചു. അച്ഛനതൊന്നും ബാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. സമാധാനത്തോടെ വഴക്കില്ലാതെ ഒരു കാര്യം സംസാരിക്കാൻ അറിയില്ലേ നിങ്ങൾക്കൊന്നും സുധീഷിനോട് ചോദിക്കുവാണ്. അതെല്ലാം കേട്ടപ്പം അതല്ല ഇയാൾക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ശരിയല്ല, മൂക്ക് പൊത്തിയല്ല ഇയാൾ പുറത്തേക്ക് വന്നേ, അതാ ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പം അതുകൊണ്ട് അതിങ്ങനെയാണോ ചോദിക്കാൻ പാടുള്ളൂന്നുണ്ടോ എന്ന് നിധി അന്നേരം സുധീഷിനോട് ചോദിക്കുക. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അച്ഛൻ. മനുഷ്യർ തമ്മിൽ കാണിക്കേണ്ട മര്യാദ എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലേ എന്നും സുധീഷിനോട് ചോദിക്കണം. അപ്പോൾ സുഭാഷും ഹരീഷും നികേഷും ഒക്കെ ഇറങ്ങി വന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. എല്ലാവരോടും ഇതേ രീതിയിലാണോ നിങ്ങൾ സംസാരിക്കത്തുള്ളൂ, ഇതാണോ നിങ്ങളുടെ മര്യാദ എന്നും ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി മോളെ അത് വിട്ട് കളയാൻ പറഞ്ഞു. ഇനി മേലെ അവർ വഴക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞു സുഭാഷേട്ടൻ മിണ്ടാതിരിക്കുക. ഓവറായിട്ട് സ്പേസ് കൊടുത്ത് ഇവരെല്ലാം വഷളാക്കുകയാണെന്ന് പറഞ്ഞ് നിധി സുഭാഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ചെറുപ്പം മുതൽ നിയന്ത്രിച്ചിരുന്നെങ്കിലേ ഇങ്ങനൊന്നും ആകുമായിരുന്നില്ല എന്നും നിധി ഇവരോട് പറയണം. ഒരു ചെറിയ വിഷയം കിട്ടിയാൽ മതി അത് പറഞ്ഞ് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി നിലത്ത് കിടന്ന് ഉരുണ്ട് എന്തൊരു കഷ്ടമായതെന്ന് പറക്ക എന്നൊക്കെ ഇങ്ങനെ പറയണു. അപ്പോൾ നമ്മളുടെ സുധീഷ് ഇങ്ങനെ ചമ്മി നിൽക്കുവാണേ. ഇനി ഈ വീട്ടിലൊരു വഴക്കുണ്ടായാൽ ആ നിമിഷം ഞാൻ എൻ്റെ പാട് നോക്കി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നും നിധി ഇവരോട് എല്ലാവരോടും പറഞ്ഞു പേടിപ്പിക്കുകയും ചെയ്തു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സുധീഷ്. അപ്പോൾ സുധീഷ് അകത്തേക്ക് കയറിപ്പോയി. നിധിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് സുഭാഷിനെ ഇങ്ങനെ നോക്കുക. അപ്പം നമ്മുടെ ഹരീഷിനെ ഇങ്ങനെ നോക്കി. ഹരീഷ് അന്നേരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷും അകത്തേക്ക് കയറിപ്പോയി. സുഭാഷ് അന്നേരം ഒന്ന് ചിരിച്ചു. ആ സമയത്ത് പിന്നെ നിധി അച്ഛൻ്റെ നേരെ നോക്കുവാണ്. അച്ഛനന്നേരം ഇങ്ങനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതിപ്പോൾ എന്നെയാണല്ലോ ദൈവമേ നോക്കുന്നത്, അപ്പോൾ വേഗം സ്ഥലം കാലിയാക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് മനസ്സിൽ അച്ഛൻ ചിന്തിക്കുക കേട്ടോ. നിധിയുടെ നോട്ടത്തിൽ അച്ഛൻ പോലും പേടിച്ചു പോയി. നിധി വരയ്ക്കും എവിടെ നിൽക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ. നിധി വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കിടക്കില്ല എന്നുള്ളൊരിത്. പാട്ടൊക്കെ പാടി അച്ഛനും അങ്ങ് പോയി. അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പം നികേഷ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. നീ എന്താടാ പോവാത്തെ, നിനക്ക് നിൻ്റെ മുഖത്തെന്താ ഒരു സങ്കടം, ഞാൻ പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടാണോ എന്ന് നികേഷിനോട് ചോദിക്കാം. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ. ചുമ്മാതെ ആണെങ്കിൽ അങ്ങനെ പറയാതിരുന്നൂടെ ഏട്ടത്തി എന്ന് ചോദിച്ചു നികേഷ്. അല്ലെങ്കിൽ ഇവരുടെ വഴക്കിനെ പിടിച്ചു നിർത്താൻ പറ്റുമോടാ എന്ന് നിധി ഇവരോട് ചോദിച്ചു, അതായത് നികേഷിനോട് ചോദിച്ചു. അടി കൂടാൻ ഒരു കാരണം കണ്ടെത്താൻ നോക്കി നിൽക്കുന്നത് പോലെ രണ്ടാളും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും നിധി നികേഷിനോട് പറയുക കേട്ടോ. പിന്നെ നീ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞു നികേഷിനെ സമാധാനിപ്പിച്ചു. അവരകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുഭാഷ് അവിടെ സൈറ്റിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. കുറച്ച് കഴിഞ്ഞപ്പം ആ പെണ്ണ് കാണാൻ ചെന്ന ആ പെങ്കൊച്ചാണ് വിളിച്ചത്. അപ്പം നമുക്കൊന്ന് നേരിൽ കണ്ടാലോ എന്ന് ചോദിച്ചു. അല്ല നേരിൽ അപ്പോൾ എപ്പോഴത്തേക്കാണ്, അപ്പോൾ അത് സുഭാഷേട്ടൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ഇത്തിരി ജോലിയിൽ ഇപ്പം ഉച്ചയ്ക്ക് ശേഷം മതിയോ എന്ന് ചോദിച്ചപ്പം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, 2 മണി
ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ പെങ്കൊച്ചാണെങ്കിൽ പിന്നെ അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും കൂടെ ജോലി ചെയ്തിരുന്ന ആൾ നമ്മുടെ സുഭാഷിനോട് ആരാണാ വിളിച്ചതെന്ന്, പഴയ ആളാണോ, പെണ്ണ് കാണാൻ പോയ ആളാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ആയോ എന്ന് ചോദിച്ചു. അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. എന്താ ഒരു സംശയം പോലെയൊക്കെയാ. അതെ, മുമ്പ് നോ പറഞ്ഞ കുട്ടിയാ എന്ന് വെച്ചാൽ അല്ലടാ, ഒറ്റയ്ക്ക് മാറി താമസിച്ചാലേ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന് പറഞ്ഞ ആളാ. ഇപ്പം പക്ഷേ ഓക്കെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു സംശയമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്ക്, അപ്പം മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞു ആ ഭായി. അതിനുശേഷം പിന്നെ നമ്മുടെ സുഭാഷ് അവിടെ ചെന്നു. പെങ്കൊച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരമായോ വന്നിട്ടെന്ന് ചോദിച്ചു. ഞാൻ ഇയാൾ ഫോൺ ചെയ്തപ്പോൾ പണിത്തിരക്കായിരുന്നു, പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വരാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാളും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇരിക്കുന്നു. ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടാണ് ആ പെങ്കൊച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഓർഡർ എടുക്കാൻ ആൾ വന്നു. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഭാഷ് ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല അച്ഛൻ അമ്മ അനിയത്തിയൊക്കെ? അപ്പോൾ ആരും മറന്നിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല, മറക്കാനും മാത്രം നാളുകളൊന്നും ആയിട്ടില്ലല്ലോ അവരെ കണ്ടിട്ട് എന്ന് സുഭാഷ് ഇങ്ങനെ പറയാപ്പോൾ പുള്ളിക്കാരി ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 3 മാസമല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അതെ, പക്ഷേ സാധാരണ പതിവായി കാണുന്നവർ പോലും ഇങ്ങനെ എടുത്ത് ചോദിക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം സുഭാഷ് ചിരിക്കുക. സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് ശരിക്കും അതിശയമാണ് തോന്നണേന്ന് ആ കൊച്ചു പറഞ്ഞു. വീണ്ടും നിങ്ങളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല എന്നൊക്കെ പറയുമ്പം അല്ല ഞാനും അങ്ങനെ തന്നെയാണ്, ഒട്ടും അതിനെപ്പറ്റി വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. അല്ല എങ്ങനെയാ ഇയാളുടെ വീട്ടിൽ വീണ്ടും ഈ ആലോചന വന്നതെന്ന് ചോദിക്കുമ്പം അന്ന് നിങ്ങൾ വന്നു പോയതിന് ശേഷം എനിക്ക് 2-3 ആലോചനകളൊക്കെ വന്നായിരുന്നു. പിന്നെ ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ലായിരുന്നു. ഇയാൾ പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കും നിങ്ങളുടെ ഇന്നസെൻസ് വലിയ ഇഷ്ടമായി എന്നൊക്കെ പറയാം. അപ്പോൾ സുഭാഷ് ഒന്ന് ചിരിച്ചു കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്നൊരു തോന്നലുണ്ടായി എന്നും പറഞ്ഞു. സുഭാഷ് അന്നേരം ചിരിച്ചു. എന്താ ഇങ്ങനെ ഭയങ്കര എന്തായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നതല്ലേ അതാവും എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ പറയുമ്പോഴേക്കും ജ്യൂസുമായിട്ട് ആ പുള്ളിക്കാരനങ്ങ് വന്ന് ജ്യൂസൊക്കെ കൊടുത്തു. ഇവർ ജ്യൂസ് കുടിക്കാം. വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചു. എല്ലാവരും നന്നായിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് നേരെ താഴെയുള്ളവനില്ല, അവൻ്റെ കല്യാണം കഴിഞ്ഞു, നിധി എന്ന പെണ്ണിൻ്റെ പേരെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് കുടിക്കുന്നു, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് മനസ്സിൽ എന്തോ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. കാരണം അന്ന് വേറെ താമസിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ സുഭാഷ് അന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡിമാൻഡുകളുണ്ടോ എന്ന് സുഭാഷ് ഇങ്ങനെ ചുമ്മാ ഒരു ഇതിനിങ്ങനെ ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ തീരുമാനിച്ചിട്ടാണല്ലോ ഇത്. സുഭാഷിന് മനസ്സിലായില്ല. സുഭാഷ് ഇങ്ങനെ നോക്കുക. നമുക്കധികം ദൂരത്തേക്കൊന്നും പോകണ്ട, 2 വീടിൻ്റെ നടുവിൽ ഒരു സ്പേസ് മതി എന്ന് പറയുമ്പോൾ സുഭാഷ് അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോയി വരാൻ എളുപ്പമാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഇതവിടെ വെച്ചു ജ്യൂസ്. അല്ല എന്തിനാ വേറെ സ്ഥലവും വീടൊക്കെ? എൻ്റെ വീട് പഴയതായതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കേട്ടോ. എന്നാലും അവിടുന്ന് മാറി താമസിക്കുന്നത് ശരിയാകാൻ പോകുന്നില്ല എന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പും നികേഷിൻ്റെ കോളേജും ഒക്കെ ആ വീടിനടുത്താണ്. പിന്നെ സുധീഷിന് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ആ വീട്ടിലുണ്ട്. പിന്നെ എന്തിനാ അവിടുന്ന് പോകണമെന്ന് ചോദിക്കുമ്പോൾ പെങ്കൊച്ചിങ്ങനെ നോക്കുക. അതുമാത്രമല്ല വീട് പൂട്ടിയിട്ട് പോന്നു കഴിഞ്ഞാൽ ആ നിമിഷം വല്യച്ഛനും അമ്മായും കൂടെ അത് കയ്യേറുമെന്നും പറഞ്ഞു. അതിന് ആ വീട് പൂട്ടിയിട്ട് എല്ലാവരുമായിട്ട് മാറാൻ ആരാ പറഞ്ഞതെന്ന് നീ പെങ്കൊച്ച് ചോദിക്കുക. പിന്നെ നമ്മൾ തമ്മിൽ മാറുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അന്ന് കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ, അന്നും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങൾ തനിയെ മാറി താമസിക്കാൻ തയ്യാറാകുമെന്ന് ഞാനോ? ആരാ പറഞ്ഞേ? എൻ്റെ അനിയന്മാരെ വിട്ട് ഞാൻ മാറി താമസിക്കാനോ? അപ്പോഴത്തേക്ക് ഈ പെങ്കൊച്ച് ഞെട്ടി കേട്ടോ. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? നിങ്ങളുടെ അനിയന്മാരാണല്ലോ അത് പറഞ്ഞത്. അപ്പോൾ സുഭാഷ് ഞെട്ടി. അവരങ്ങനെ പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞിട്ടല്ലേ ഈ ഒരു തീരുമാനം വന്നത്. അപ്പോഴത്തേക്ക് സുഭാഷ് ചാടി എഴുന്നേറ്റു. അയ്യോ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു. എന്തു പറ്റി? അല്ല എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് പോകണു. ആ പെങ്കൊച്ച് വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുന്നേ. സുഭാഷ് ഇറങ്ങി അങ്ങ് പോയി. ആ പെങ്കൊച്ച് അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം പിന്നെ വീട്ടിൽ അവരെല്ലാവരും കൂടി ഇരുന്ന് കല്യാണത്തിന് ചിലവാകാൻ പോകുന്ന കാശിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കല്യാണത്തിന് എത്ര കാശ് വേണമെങ്കിലും താൻ ചിലവാക്കിക്കൊള്ളുന്ന സാറല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഇവരിരുന്ന് കാശും കണക്കും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സുഭാഷ് കയറി വന്നിട്ട് കേട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ സുഭാഷ് ചേട്ടൻ വന്നപ്പോഴേക്കും ഇവർ സുഭാഷ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു. സുഭാഷിനോട് ഇരിക്കാൻ പറഞ്ഞു. കസേര ഇട്ട് കൊടുത്തു. സുഭാഷ് വന്ന് എല്ലാവരുടെ നടുക്ക് അങ്ങേരുന്നു. അപ്പോൾ സുഭാഷ് ചേട്ടൻ എന്താ നേരത്തെ വന്നേ? ജോലിക്കിനി പോണില്ലേ ഞാൻ ഇച്ചിരി മീൻ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. സുഭാഷ് ചേട്ടൻ നല്ലൊരു കറി വെക്കാൻ പറഞ്ഞു സുധീഷ്. അപ്പം ഞാനെന്തിനത് ഉണ്ടാക്കണമെന്ന് സുഭാഷ് ചോദിക്കുക. ഇനി മുതൽ നിങ്ങൾ തന്നെ അടുക്കളയിൽ കയറി പാചകം ചെയ്താൽ മതി.
എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ആവണ്ടേ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ പറയപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും. അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം നിധിക്കും ആകെ ഒരു ടെൻഷൻ, നിധിയും ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എല്ലാവരും കൂടി എന്നെ പുറത്താക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ പ്രാക്ടീസ് വെച്ചിട്ട് നേരത്തെ തുടങ്ങുന്നത് നല്ലതല്ലേ എന്ന് സുഭാഷ് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ. അപ്പോൾ അറിഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലായി. സുഭാഷ് ചേട്ടനെ പുറത്താക്കാനോ, സുഭാഷ് ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ സുധീഷ് നേരം കിടന്ന് വളഞ്ഞ് മൂക്കേ പിടിക്കണം. ഏട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിനക്ക് തെറ്റായിട്ട് തോന്നണ്ടെന്ന് നിധിയോട് അന്നേരം സുഭാഷ് പറഞ്ഞു. വേണമെങ്കിലേ മോള് പോയി മുറിയിൽ ഇരുന്നോളാനും പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി സുഭാഷ് ചേട്ടാ? അപ്പോൾ ആ പെണ്ണില്ലേ കവിത, അവളിപ്പോൾ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതെന്ന് സുഭാഷ് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നിധിക്കും ആകെ വല്ലാതെയായി. ഇവരെല്ലാവരും ഇങ്ങനെ പൊളിഞ്ഞു എന്നുള്ള ഇതിൽ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അത് പിന്നെ സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറച്ചു വെച്ചതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്നും സുഭാഷ് ഇങ്ങനെ ഇവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് ആകെ ഒരു വെപ്രാളവും ഒരു ടെൻഷനും ഒക്കെ. അപ്പോൾ നിങ്ങളൊക്കെ കൂടി എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനൊരു വിഷയമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നും സുഭാഷ് ഇവരോട് പറഞ്ഞേ. നേരത്തെ തന്നെ കവിത എന്നെ നേരിട്ട് കണ്ട് ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചോദിച്ചിരുന്നതാ. പറ്റില്ല എന്ന് പറഞ്ഞ ബന്ധം ഞാൻ അപ്പോഴേ അവസാനിപ്പിച്ച് വിട്ടതാ. അന്നത് സമ്മതിച്ച ആ കുട്ടിക്ക് ഇപ്പം മനസ്സു മാറാൻ ഒരു കാരണവും ഇല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവർ വീണ്ടും സമ്മതിച്ചതിനെ പറ്റി ഞാൻ നിങ്ങളോടും ചോദിച്ചതല്ലേ, നിങ്ങളും എന്നോട് പറഞ്ഞില്ല. അപ്പം നീ പറഞ്ഞ എന്താണ് എന്നോട്? അന്ന് അവരങ്ങനെ പറഞ്ഞതിൽ അവർക്ക് വിഷമമുണ്ടെന്ന് അല്ലേ സുധീഷേ? അത് പിന്നെ സുഭാഷ് ചേട്ടൻ എനിക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എൻ്റെ അനിയന്മാർ പറയുന്നല്ലേ അത് ശരിയായിരിക്കും എന്ന് ഞാനും അങ്ങ് കരുതിയെന്നും സുഭാഷ് ഇങ്ങനെ ഇവരോട് പറയുവാണ്. അപ്പോൾ നികേഷ് ഒന്നും മിണ്ടാതെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഇന്ന് കവിത എന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞത് എത്ര നന്നായി എന്നും സുഭാഷ് ചോദിക്കുവാണേ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിഷമം ഇവർക്കെല്ലാവർക്കും. അല്ലെങ്കിൽ കല്യാണം വരെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇത് ഒളിപ്പിച്ച് വെക്കായിരുന്നില്ലേ എന്നും സുഭാഷ് ചോദിക്കുവാണ് ഇവരോട്. ശരിയാണ്, ഒളിപ്പിച്ച് വയ്ക്കുമായിരുന്നു എന്നുള്ളതിൽ ഇവർ നിൽക്കുന്നു. പറഞ്ഞു ആ കുട്ടി എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുഭാഷ് ഇങ്ങനെ ഇവരോട് പറയുക. ആകെ ചമ്മലായിപ്പോയി നമ്മുടെ നിധിക്ക്. അതായത് ഞാൻ ഈ വീട് വിട്ട് പോകണം, അതാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ? എന്നിട്ട് മറ്റൊരു വീടെടുത്ത് ഞാൻ താമസിക്കണം, ഇതൊക്കെയാണോ നിങ്ങളും ആഗ്രഹിച്ചതെന്ന് ചോദിച്ചു. സുഭാഷ് ചേട്ടാ എന്നാലും നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ ഇതെന്ന് സുഭാഷ് ചോദിക്കാം. നികേഷേ എന്ന് പറഞ്ഞു നികേഷിനെ വിളിച്ചു. ഞാനില്ലാതെ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റും അല്ലേടാന്ന് ചോദിക്കുമ്പം നികേഷ് ഓടി വന്നിട്ട് ഏട്ടാ ഇല്ല സുഭാഷ് ചേട്ടാ, എൻ്റെ സുഭാഷ് ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് എൻ്റെ സുഭാഷ് ചേട്ടനും അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. ഇനി അത് ഞാൻ വിശ്വസിക്കില്ല എന്ന് നികേഷിനോട് സുഭാഷ് പറഞ്ഞു. എന്ന് കരുതി എത്ര കാലം ഞങ്ങൾ ഞങ്ങളുടെ ഏട്ടനെ പിടിച്ചു വയ്ക്കും? സ്വന്തമായൊരു ജീവിതം ഏട്ടനും വേണ്ടേ? കല്യാണം നടക്കണ്ടേ എന്ന് ചോദിച്ചു നികേഷ്. സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കണം, അത്രേ ഞാൻ ആലോചിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എടാന്നും പറഞ്ഞ് ചെന്ന് കുത്തിനങ്ങ് പിടിച്ചു. നികേഷിൻ്റെ ബനിയൻ്റെ കുത്തിന് പിടിച്ചു. എന്നെ അറിയില്ലേടാ നിനക്ക്? അറിയില്ലേടാന്ന് ചോദിച്ചു. ഇത്രയും നാളായിട്ട് എൻ്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലെന്നും സുഭാഷ് ഇവരോട് ചോദിക്കുക. നിധിയും ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടാ ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങളുടെ കൂടെ സന്തോഷം കാണുമ്പോഴാണ്, അല്ലാണ്ട് കല്യാണം കഴിക്കുമ്പോഴൊന്നും അല്ല എന്ന് സുഭാഷ് ഇങ്ങനെ ഇവരോട് പറഞ്ഞു. നിധിക്ക് ഇതൊക്കെ ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ സന്തോഷം നിങ്ങളാണെന്ന് കൂടി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലേടാ. നിങ്ങളാണോടാ എൻ്റെ അനിയന്മാരെന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടാ ആ സെൻറ്റിമെൻറ്റ്സ് ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല, പക്ഷെ അതും നോക്കിയിരുന്ന സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കില്ല എന്ന് ഹരീഷ് പറഞ്ഞു. സുഭാഷ് ഓഹോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഞങ്ങളെയും നോക്കി ഞങ്ങൾക്ക് ഭക്ഷണവും പാചകം ചെയ്ത് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയണമെന്ന് സുഭാഷ് ഏട്ടൻ എന്താ തലവരെയുണ്ടോ എന്നും ഹരീഷ് നമ്മുടെ സുഭാഷിനോട് ചോദിച്ചു. പിന്നെ ആ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തതെന്ന കാര്യവും പറയുവാണ്. പിന്നെ സ്വന്തമായിട്ടൊരു ജീവിതം സുഭാഷ് ഏട്ടനും വേണ്ടേന്ന് ചോദിച്ചു. സുഭാഷ് ഏട്ടൻ അന്നേരം ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ അതേ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിഞ്ഞ് പോകണമെന്ന് സുധീഷ് ഇങ്ങനെ പറയുക. സുഭാഷ് ഏട്ടൻ മാത്രമല്ല എല്ലാവരും വിവാഹം കഴിഞ്ഞ് ഈ വീട് വിട്ട് പോകാനുള്ളവർ തന്നെയല്ലേ എന്ന് സുധീഷ് ചോദിക്കണം. സുഭാഷ് ഏട്ടാ അതിലെന്താ ഇത്ര കുഴപ്പമുള്ളതെന്ന് സുധീഷ് ചോദിച്ചേ. അതിനു വേണ്ടി ഇപ്പം ഇങ്ങനൊരു സീൻ എന്തിനാന്നൊക്കെ സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് എന്നും പറഞ്ഞ് നിൽക്കണം. സുഭാഷ് ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കല്യാണം ഇവിടെ നിന്ന് മാറി താമസിച്ചാലേ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം ഏട്ടാന്ന് നമ്മുടെ നികേഷ് സുഭാഷിനോട് പറയുക. അപ്പോൾ സുഭാഷ് നികേഷ് നേരെ നോക്കി. ഞാൻ പറഞ്ഞോടാ എനിക്ക് കല്യാണം വേണമെന്ന്? ഞാൻ പറഞ്ഞോ? ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും ആവശ്യപ്പെട്ടോ എനിക്ക് കല്യാണം വേണമെന്ന്? പ്രായം ഇത്രയായെന്നും പറഞ്ഞ പ്രായം ഇത്രയായിട്ടും കല്യാണം നടന്നില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കാം, അപ്പോൾ ചില നാട്ടുകാർ ചോദിക്കുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല എന്ന കാര്യം പറയുക നമ്മുടെ സുഭാഷ് ഇവരോട്. നിധി ഇതെല്ലാം കേട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത്ര നാളായിട്ടും കല്യാണം ആയില്ലല്ലോ ഞാൻ ഇന്നേ വരെ അതിനെപ്പറ്റി ഓർത്ത് ഒന്ന് ചിന്തിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഇല്ല.
എടാ, ഒരാളുടെ സന്തോഷം ഏതിലാണെന്ന് അയാളാണ് നിശ്ചയിക്കേണ്ടത്, അല്ലാതെ കാണികളല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും ഭക്ഷണം ഒരുക്കി വിളമ്പി അത് നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലും ഒക്കെയാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്ന് സുഭാഷ് ഇവരോട് ചോദിക്കുമ്പോൾ നിധിക്കും നികേഷിനും കരച്ചിൽ വരും കേട്ടോ. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നിനക്കിത് വലിയൊരു സെൻറ്റിമെൻസ് ആയിട്ട് തോന്നിയേക്കാം. നീ എന്താണ് പറഞ്ഞേ? സീനല്ലേ എന്ന് സുധീഷിനോട് ചോദിച്ചു. അല്ല സുഭാഷ് ഏട്ടാ, അത് അങ്ങനെ തോന്നുന്നതേ നിങ്ങളുടെ പ്രശ്നം, അത് എൻ്റെ പ്രശ്നമല്ല. എടാ, എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം, ഞാൻ ഇങ്ങനെയേ ഇരിക്കൂ. നിങ്ങളെല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ കിടന്നുറങ്ങുന്നത് കാണുമ്പോഴേ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്, അത് വേറെ എവിടെ നിന്നും എനിക്ക് കിട്ടത്തില്ലടാ. എനിക്ക് മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. വിവാഹം കഴിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ അതാവാം, പക്ഷേ അത് എന്നോട് ചെയ്യാനായിട്ട് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഏട്ടാ, അത് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ച് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു, നിനക്കൊക്കെ എങ്ങനെയാണ് തോന്നിയതെന്ന് സുഭാഷ് ചോദിക്കുക. സുധീഷാണെങ്കിൽ ആകെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുടൽ ഡയലോഗ് അടിച്ച സുധീഷാണല്ലോ. നിങ്ങളുടെ ചേട്ടൻ്റെ വിവാഹം നടക്കാത്തതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കാം, അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഓരോ തവണയും പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടാ, അപ്പോൾ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ സുധീഷ് പറയുമ്പം, മോളെ ഞാൻ നിന്നോടും ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പം നീയും ഇവരോടൊപ്പം നിന്ന് എന്നോടെല്ലാം മറച്ചു വെക്കുകയായിരുന്നല്ലേ? ഇന്ന് നിധിയോട് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ കുറ്റബോധം കൊണ്ട് തല കുനിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. സുഭാഷ് ഇവരോട് മുഖത്ത് നോക്കി പറയും, നിങ്ങൾ കൊണ്ടുവന്ന് ഈ കല്യാണം എനിക്ക് വേണ്ട എന്ന്. അവിടെയാണ് ഇനി പുതിയ വിശേഷങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവരോടും see you.